Hello everyone, welcome to BTech MEDC. ഇന്നത്തെ ഈ സെഷനിൽ KTU സിഗ്നൽസ് ആൻഡ് സിസ്റ്റം അനാലിസിസ് ഓഫ് LTI സിസ്റ്റം യൂസിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം അതിലെ ഒരു പ്രോബ്ലമാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. സിഗ്നൽസ് ആൻഡ് സിസ്റ്റം എല്ലാ ബ്രാഞ്ചുകാർക്കും കോമൺ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അനാലിസിസ് ഓഫ് LTI സിസ്റ്റം യൂസിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഇതുപോലെ 2015 സ്കീം 19 സ്കീം എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ടോപ്പിക്കാണ്. എക്സാംസിന് തിരഞ്ഞ് ചോദിക്കുന്ന ടൈപ്പ് ഒരു പ്രോബ്ലം ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. ഒരു 7 to 8 മാർക്സ് ചോദിക്കുന്ന ടൈപ്പ് പ്രോബ്ലം ആണ്. KTU 2019 സ്കീമിൽ മോഡ്യൂൾ 3ലെ ടോപ്പിക്കാണ്. യൂസിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആൻഡ് ഓൾ പോസിബിൾ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ആൻ LTI സിസ്റ്റം ഗിവൺ ബൈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതുപോലെ ഇമ്പൾസ് റെസ്പോൺസ് ഫോർ ഓൾ പോസിബിൾ ROCs ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഫസ്റ്റ് സെഷൻ നോക്കാം. ഇതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. d²/dt² ഓഫ് y(t) - 2 d/dt of y(t) - 3 y(t) equal to x(t). ഫസ്റ്റ് നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് വിത്ത് ഇനിഷ്യൽ കണ്ടീഷൻ സെറ്റ് ടു 0 ആണ്. നമ്മൾ നോർമലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് H(s) വെച്ചിട്ടാണ്. H(s) ഈസ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് y(s) ഡിവൈഡ് ബൈ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് x(s) വിത്ത് ഇനിഷ്യൽ കണ്ടീഷൻ 0. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. നമുക്ക് ഫസ്റ്റ് H(s) ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന് വി വിൽ ടേക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ് നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി വരും. ഇപ്പോൾ d/dt ഓഫ് y(t) എന്ന് വെച്ച് കഴിഞ്ഞാൽ s ഇൻറ്റു y(s) ആണ്. d²/dt² ഓഫ് y(t) എന്ന് വെച്ച് കഴിഞ്ഞാൽ s²y(s) ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുകയാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ടേമിൻ്റെ d²/dt² ഓഫ് y(t) എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം s²y(t)ൻ്റെ ക്യാപിറ്റൽ y(s) -2 സെയിം തന്നെ d/dt ഓഫ് y(t)ൻ്റെ s ഇൻറ്റു y(s) -3 ഇൻറ്റു y(t)ൻ്റെ y(s) ഈക്വൽ ടു x(t)ൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം x(s). നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട H(s) ആണ്. ദാറ്റ് ഈസ് y(s) ഡിവൈഡ് ബൈ x(s) ആണ്. ഇവിടെ y(s) കോമൺ എടുക്കുകയാണ്. സോ s² - 2s - 3 ഹോൾ ഇൻറ്റു y(s) ഈക്വൽ ടു x(s) എന്ന് കിട്ടും. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് y(s) ഡിവൈഡ് ബൈ x(s) ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് H(s) വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ y(s) ബൈ x(s) എടുക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? 1 ഡിവൈഡഡ് ബൈ s² - 2s - 3 കിട്ടും. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഫൈൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നുള്ളതിൻ്റെ ആൻസർ കിട്ടി. ട്രാൻസ്ഫർ ഫംഗ്ഷൻ H(s) ഈക്വൽസ് 1 ഡിവൈഡ് ബൈ s² - 2s - 3. ഇനി നെക്സ്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഇമ്പൾസ് റെസ്പോൺസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട. ഫോർ ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. H(s)ൻ്റെ ഇൻവേഴ്സ് ആണ് h(t) എന്ന് പറയുന്നത്, വിച്ച് ഈസ് ദ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം. ഇമ്പൾസ് റെസ്പോൺസ് നമ്മൾ ഓൾറെഡി സിസ്റ്റം ഫംഗ്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ H(s) ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് h(t). അപ്പോൾ അതാണ് നമുക്ക് നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടിയ H(s) ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ s² - 2s - 3 ആണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം അതിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷൻ എടുക്കണം. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ എടുക്കണമെങ്കിൽ ഇതിനെ 2 ടേംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിന് 2 ഫാക്ടറൈസ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ദാറ്റ് ഈസ് s² - 2s - 3 നമുക്ക് 2 ഫാക്ടർ ദാറ്റ് ഈസ് s - 3 ഇൻറ്റു s+1 ആയിട്ട് എടുക്കാൻ പറ്റും. അതായത് ഇത് രണ്ടും കൂടെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ -3യും അതുപോലെ സം ചെയ്യുമ്പം -2 വരണം. ഓക്കെ, അതെന്ന് വെച്ചാൽ ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് s - 3 ഇൻറ്റു s+1 ആണ് H(s) എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. ദാറ്റ് ഈസ് H(s) ഈക്വൽസ് ഇതിന് നമുക്ക് a ഡിവൈഡഡ് ബൈ s - 3 പ്ലസ് b ഡിവൈഡഡ് ബൈ s+1 എന്ന് എഴുതാൻ പറ്റും.
ഇനി നമുക്ക് ഇതിൻ്റെ എയും ബിയും വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ നോർമലി അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് എ ഈക്വൽ ടു എയുടെ ഡിനോമിനേറ്റർ ദാറ്റ് ഈസ് എസ് മൈനസ് 3 ഹോൾ ഇൻറ്റു എച്ച് ഓഫ് എസ്. എച്ച് ഓഫ് എസ് എന്ന് പറയുമ്പോൾ ഈ വാല്യൂ ആണ് എച്ച് ഓഫ് എസ്, ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 3 ഇൻറ്റു എസ് പ്ലസ് 1 അറ്റ് എസ് ഇസ് ഈക്വൽ ടു എന്ത് വരും, എസ് ഇസ് ഈക്വൽ ടു 3 വരും. ഈ ടേം ഈക്വൽ ടു 0, ദാറ്റ് ഈസ് എസ് ഈക്വൽ ടു 3 വരും. ഇവിടെ എസ് മൈനസ് 3 ക്യാൻസൽ ചെയ്ത് പോകും. എസിന് ഇവിടെ നമ്മൾ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എയുടെ വാല്യൂ 1 ഡിവൈഡ് ബൈ 3 പ്ലസ് 1 ദാറ്റ് ഈസ് 1/4 എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം, ഈ ബി വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ബിയും സിമിലർ വേ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ബി ഈക്വൽ ടു ബിൻ്റെ ഡിനോമിനേറ്റർ ദാറ്റ് ഈസ് എസ് പ്ലസ് 1 whole into h of s, 1 divided by s minus 3 into s plus 1 at s is equal to minus 1. ഓക്കെ, ഇതിൻ്റെ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0. ഇവിടെ എസ് പ്ലസ് 1 ക്യാൻസൽ ചെയ്ത് പോകും. ബി ഈക്വൽ ടു ഇവിടെ 1 ഡിവൈഡ് ബൈ എസിന് നമ്മൾ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ -1 -3 വരും, ദാറ്റ് ഈസ് 1 -1/4 എന്ന് കിട്ടും ബിയുടെ വാല്യൂ. ഇപ്പോൾ എച്ച് ഓഫ് എസിൻ്റെ എയുടെയും ബിയുടെയും വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് എച്ച് ഓഫ് എസ് ഈക്വൽ ടു എയുടെ വാല്യൂ 1/4 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 3 പ്ലസ് ബിയുടെ വാല്യൂ -1/4 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ആർ ഒ സി ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമ്മൾ ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻസ് നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കോസലായിട്ട് അങ്ങ് കോസൽ സിഗ്നലിൻ്റെ രീതിയിൽ അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ടൈപ്പ് പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പോസിബിൾ കോമ്പിനേഷൻ്റെയും ഇമ്പൾസ് റെസ്പോൺസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ എച്ച് ഓഫ് എസ് കിട്ടിയല്ലോ, അപ്പോൾ അതിനകത്ത് പോൾസും സീറോസും ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇപ്പോൾ നോർമലി ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 വരുന്നതാണ് പോൾ വാല്യൂ എന്ന് പറയുന്നത്, എച്ച് ഓഫ് എസിൻ്റെ പോൾ വാല്യൂ. നമുക്കിവിടെ കിട്ടിയ എച്ച് ഓഫ് എസ് എന്താണ്, എച്ച് ഓഫ് എസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 3 ഇൻറ്റു എസ് പ്ലസ് 1 ആണ്. അതിൻ്റെ പോൾ വാല്യൂ എന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0, ദാറ്റ് ഈസ് എസ് ഇസ് ഈക്വൽ ടു 3ഉം എസ് ഇസ് ഈക്വൽ ടു -1ഉം ആണ് ഇതിൻ്റെ പോൾ വാല്യൂസ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യും, ഒരു എക്സ്പ്ലെയിൻ വരയ്ക്കും. എക്സ്പ്ലെയിൻ അതിനകത്ത് പോൾസും സീറോസും മാർക്ക് ചെയ്യും. ഇതിൻ്റെ കേസിൽ സീറോസ് ഇല്ല, പോൾ വാല്യൂസ് വരുന്നത് ഒന്ന് 3-ൽ ഒരു പോൾ വാല്യൂ ഉണ്ട്, നെക്സ്റ്റ് -1-ൽ ഒരു പോൾ വാല്യൂ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ കേസിൽ പോൾ വാല്യൂസ്. അപ്പോൾ ഇതിനകത്ത് ഡിഫറെൻറ്റ് ആർ ഒ സീസ് എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർ ഒ സിയുടെ പ്രോപ്പർട്ടി പഠിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ കേസിൽ ഒന്നെങ്കിൽ സിഗ്നൽ എന്താവാം, റൈറ്റ് സൈഡഡ് ആകാം, റൈറ്റ് സൈഡഡ് സിഗ്നൽ ആകാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ആകാം, തേർഡ് കണ്ടീഷൻ ഡബിൾ സൈഡഡ് ആകാം. ഇങ്ങനെ 3 കോമ്പിനേഷൻസ് വരും. അപ്പം റൈറ്റ് സൈഡഡ് സിഗ്നൽ ആണെങ്കിൽ അതിൻ്റെ ആർ ഒ സിയുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് എങ്ങനെയായിരിക്കും വരുന്നത്, റൈറ്റ് മോസ്റ്റ് പോളിൻ്റെ റൈറ്റ് ഹാഫിലോട്ടായിരിക്കും എന്ത് വരുന്ന ആർ ഒ സി വരുന്നത്. ഇവിടെ 2 പോൾസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് റൈറ്റ് മോസ്റ്റ് പോൾ എന്ന് പറയുന്നത് 3 ആണ്. ഇപ്പോൾ 3ൻ്റെ റൈറ്റ് ഹാഫിലോട്ടായിരിക്കും എന്ത് വരുന്നത്, അതിൻ്റെ ആർ ഒ സി വരുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ, ഇപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ 3, ഓക്കെ, റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ 3 ആ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, റൈറ്റ് സൈഡഡ് ആണ്, റൈറ്റ് സൈഡഡ് ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ഇമ്പൾസ് റെസ്പോൺസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം, ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സെക്കൻഡ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മൾ ഓൾറെഡി 2 പോൾസ് മാർക്ക് ചെയ്തായിരുന്നു. ഫസ്റ്റ് പോള് 3-ലും സെക്കൻഡ് പോള് -1ഉം ആണ്. ഓക്കെ, ദിസ് ഈസ് അവർ എക്സ്പ്ലെയിൻ. ഇപ്പോൾ ഇതിൻ്റെ കേസിൽ സെക്കൻഡ് കേസ് എന്ത് വരാം, ഇതുപോലെ ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ വരാം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് സിഗ്നൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ആർ ഒ സിയുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് എങ്ങനെയാണ് വരുന്നത്, ലെഫ്റ്റ് മോസ്റ്റ് പോളിൻ്റെ ലെഫ്റ്റ് ഹാഫിലോട്ടാണ് അതിൻ്റെ ആർ ഒ സി വരുന്നത് അല്ലേ. ഒരു ദിസ് ഈസ് സിഗ്മ പ്ലെയിൻ, ദിസ് ഈസ് ജെ ഒമേഗ പ്ലെയിൻ. നമ്മൾ ജെ ഒമേഗ പ്ലെയിനിന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കും. ഫോർ എ ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ആർ ഒ സി വിൽ ബി ലെഫ്റ്റ് മോസ്റ്റ് പോളിന് ലെഫ്റ്റ് ഹാഫിലോട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഇതിൻ്റെ കേസിൽ നമ്മൾ ആർ ഒ സി എഴുതുകയാണെങ്കിൽ ഇപ്പം ലെഫ്റ്റ് സൈഡ് സിഗ്നലിൻ്റെ കേസിൽ ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ അതിൻ്റെ കേസിൽ എന്ത് വരും, ഇതിൻ്റെ കേസിൽ റിയൽ ഓഫ് എസ് എന്തായിരിക്കും, ലെസ് ദാൻ -1 ആയിരിക്കും വരുന്നത്. റിയൽ ഓഫ് എസ് ലെസ് ദാൻ -1. അപ്പോൾ ഇതിനെ നമ്മൾ വേറെ കോസൽ നോൺ കോസൽ എന്നും പറയും. റൈറ്റ് സൈഡഡ് സിഗ്നലിന് വി കോൾ ഇറ്റ് ആസ് കോസൽ സിഗ്നൽ എന്ന് പറയും.
അതുപോലെ ലെഫ്റ്റ് സൈഡ് സിഗ്നലിന് വി കോൾ ഇറ്റ് ആസ് നോൺ കോസൽ സിഗ്നൽ എന്നും പറയും. ചിലപ്പം ക്വസ്റ്റിനകത്ത് കോസൽ നോൺ കോസൽ ആയിരിക്കും പറയുന്നത്. അപ്പോൾ ഓർത്തോണം, റൈറ്റ് സൈഡ് സിഗ്നലാണ് കോസൽ സിഗ്നൽ, ലെഫ്റ്റ് സൈഡ് സിഗ്നലാണ് നോൺ കോസൽ സിഗ്നൽ. അപ്പോൾ രണ്ടാമത്തെ ROC കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ഓഫ് എസ് ലെസ് ദാൻ -1 ആണ്. ഇനി തേർഡ് കേസ് എന്താണ്? ഒരു ഡബിൾ സൈഡ് സിഗ്നൽ വരാം. ഓക്കെ, ഡബിൾ സൈഡ് സിഗ്നൽ വരുമ്പോഴത്തേക്ക് നമ്മൾ വരുന്നത് തേർഡ് കേസ് ഡബിൾ സൈഡഡ് കേസ്. അപ്പോൾ ഇവിടെയും നമ്മൾ എക്സ്പ്ലെയിൻ ഡ്രോ ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ രണ്ട് പോൾ വാല്യൂസ്, ഒന്ന് 3-ലും സെക്കൻഡ് -1-ലും. അപ്പോൾ അതിൻ്റെ കേസിൽ നമ്മൾ ഈ ഡബിൾ സൈഡിൻ്റെ കേസിൽ ROC വരയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഈ പോളിൽ കൂടെ ലൈൻ വരയ്ക്കും പാരലൽ ടു j⍵ ആക്സിസ്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് പോളിൻ്റെ ബൗണ്ടഡ് ആയിരിക്കും. ഡബിൾ സൈഡ് വരുമ്പോഴത്തേക്ക് ബിറ്റ്വീൻ ദീസ് ടു പോൾസ് ആയിരിക്കും അതിൻ്റെ ROC വരുന്നത്. ഇതിൻ്റെ കേസിൽ ഈ ROC എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്വീൻ ദീസ് ടു കേസ് ആയിരിക്കും. റിയൽ ഓഫ് എസ് വെച്ച് എഴുതുകയാണെങ്കിൽ -1 ലെസ് ദാൻ റിയൽ ഓഫ് എസ് ലെസ് ദാൻ 3. -1-നും 3-ക്കും ഇടയ്ക്കായിരിക്കും നമ്മൾ റിയൽ ഓഫ് എസ് വാല്യൂ വരുന്നത്. സിഗ്മ ദിസ് ഈസ് j⍵. ഓക്കെ, ഇപ്പം നമ്മളിവിടെ ചെയ്ത എന്താണ്? ഇവിടെ h(s) ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് ഓൾ പോസിബിൾ കോമ്പിനേഷൻസിൽ ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പം 3 പോസിബിൾ കോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റൈറ്റ് സൈഡഡ്, ലെഫ്റ്റ് സൈഡഡ്, ഡബിൾ സൈഡഡ്. അപ്പോൾ അതിൻ്റെ പോൾസ് സീറോസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് പോൾ സീറോ പ്ലോട്ട് ഡ്രോ ചെയ്തു. എന്നിട്ട് അതിൻ്റെ റീജിയൻ ഓഫ് കൺവേർജൻസിൻ്റെ ഏരിയ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി ഫസ്റ്റ് ഈ റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ 3 വരുന്ന കേസിൽ അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി h(s)ന്റെ വാല്യൂ നമുക്ക് കിട്ടിയായിരുന്നു. ഞാൻ h(s) ഒന്നും എടുത്ത് എഴുതാം. ദാറ്റ് ഈസ് h(s) ഈക്വൽസ് 1/4 ഡിവൈഡഡ് ബൈ s-3 പ്ലസ് -1/4 ഡിവൈഡഡ് ബൈ s+1 ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ 3 വരുന്ന കേസിൽ എന്തെഴുതണം? അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ദാറ്റ് ഈസ് ഇൻവേഴ്സ് എഴുതണം. h(s)ന്റെ ഇൻവേഴ്സ് h(t) നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഒരു റൈറ്റ് സൈഡഡ് സിഗ്നലിൻ്റെ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ ഉണ്ട്. എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ e⁻⁻⁸ ആണ് ഒരു സ്റ്റാൻഡേർഡ് റൈറ്റ് സൈഡഡ് സിഗ്നലിൻ്റെ എക്സ്പ്രഷൻ വരുന്നത്. അപ്പോൾ അതിവിടെ നമ്മൾ അപ്ലൈ ചെയ്യും. കോൺസ്റ്റൻറ്റ് 1/4 അതുപോലെ എഴുതും. 1/s-3ന്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ e⁻3t വരും. ഇവിടെ റൈറ്റ് സൈഡ് സിഗ്നൽ ആയതുകൊണ്ട് u(t) വരും. പ്ലസ് ഈ കോൺസ്റ്റന്റ് -1/4 അതുപോലെ എഴുതും. 1/s+1ൻ്റെത് e⁻t ആണ്. ഇവിടെ ഒരു റൈറ്റ് സൈഡ് സിഗ്നൽ ആയതുകൊണ്ട് u(t) വരും. ഇതാണ് ഇമ്പൾസ് റെസ്പോൺസ് ഫോർ എ റൈറ്റ് സൈഡ് അല്ലെങ്കിൽ കോസൽ സിഗ്നലിൻ്റെ കേസിൽ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? സെക്കൻഡ് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് സിഗ്നലിൻ്റെ ദാറ്റ് ഈസ് റിയൽ ഓഫ് എസ് ലെസ് ദാൻ -1ൻ്റെ കേസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം, നോൺ കോസൽ സിഗ്നലിൻ്റെ കേസിൽ. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവേഴ്സിൻ്റെ -e⁻⁻⁸ u(-t) ആണ് ഫോർ എ നോൺ കോസൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് സിഗ്നലിൻ്റെ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ അപ്ലൈ ചെയ്യും. ഈ h(s)ന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോർ എ ലെഫ്റ്റ് സൈഡ് സിഗ്നൽ h(s)ന്റെ ഇൻവേഴ്സ് എന്ത് വരും? h(t) വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 കോൺസ്റ്റന്റ് അതുപോലെ എഴുതുക. ഇവിടെ എന്തുണ്ട്? ഒരു മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് വരും. നെക്സ്റ്റ് വരുന്നത് 1/s-3ൻ്റെത് e⁻3t വരും. പിന്നെ ഇതൊരു ലെഫ്റ്റ് സൈഡ് സിഗ്നൽ ആയതുകൊണ്ട് u(-t) വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേമിൻ്റെ നമ്മൾ എന്തെഴുതി? അതിൻ്റെ ലെഫ്റ്റ് സൈഡ് സിഗ്നലിൻ്റെ ഇമ്പൾസ് റെസ്പോൺസിൻ്റെ ടേം എഴുതി. ഇനി നെക്സ്റ്റ് എന്തുണ്ട്? സെക്കൻഡ് ടേം ഉണ്ട്. അപ്പോൾ അവിടെ ആണെങ്കിൽ ഇവിടെ ഒരു -1/4 ഉണ്ട്. ഇതിന് ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. മൈനസും കൂടെ പ്ലസ് വരും. നെക്സ്റ്റ് ഈ 1/4 എഴുതി. 1 ഡിവൈഡ് ബൈ s+1ൻ്റെത് e⁻t ആണ്. ഇതൊരു ലെഫ്റ്റ് സൈഡ് സിഗ്നൽ ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് u(-t) ആണ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ ഇമ്പൾസ് റെസ്പോൺസ് കറസ്പോണ്ടിങ് ടു എ ലെഫ്റ്റ് സൈഡഡ് ഓർ നോൺ കോസൽ സിഗ്നൽ. ഇനി നെക്സ്റ്റ് നമുക്ക് ഓൾ പോസിബിൾ കോമ്പിനേഷൻസാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഡബിൾ സൈഡ് സിഗ്നലിൻ്റെ കേസാണ്. ഡബിൾ സൈഡ് സിഗ്നൽ വരുമ്പോഴത്തേക്ക് -1 ലെസ് ദാൻ റിയൽ ഓഫ് എസ് ലെസ് ദാൻ 3 ആണ്. നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് റിയൽ ഓഫ് എസ് ലെസ് ദാൻ 3 അതുപോലെ റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ -1 അങ്ങനെ രണ്ടായിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തൂടെ. ഓക്കെ, അതിനുശേഷം ഇവിടെ രണ്ട് ടേംസ് ഉണ്ട്. അതിൽ റിയൽ ഓഫ് എസ് ലെസ് ദാൻ 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ വരുന്നത്? റിയൽ ഓഫ് എസ് ലെസ് ദാൻ 3 മീൻസ് ലെഫ്റ്റ് സൈഡഡ് ആണ്. ദിസ് ഈസ് ലെഫ്റ്റ് സൈഡഡ്. റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ -1 മീൻസ് എന്താണ്? ദിസ് ഈസ് റൈറ്റ് സൈഡഡ് ആണ്. ഓക്കെ, റൈറ്റ് സൈഡഡ് ആണ്. അപ്പോൾ ഇവിടെ ഈ പോൾ വാല്യൂ, ഇതിൻ്റെ പോൾ വാല്യൂ ആണ് ഈ 3 എന്ന് പറയുന്നത്. 1ൻ്റെ ഈ ടേമിൻ്റെ പോൾ വാല്യൂ ആണ് -1 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇൻവേഴ്സ് എഴുതുമ്പോഴത്തേക്ക് ഈ 3 വരുന്ന
വരുന്ന കേസിൽ നമ്മൾ എന്താണ് ലെഫ്റ്റ് സൈഡ് സിഗ്നലിൻ്റെ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ എഴുതണം. അതുപോലെ 1 ഈ പോൾ വരുന്ന കേസിൽ S+1 ടേമിന് നമ്മൾ എന്ത് എഴുതണം, e⁻⁻⁴ ടേം എഴുതണം. ഓക്കെ, അതായിരിക്കും അതിൻ്റെ കമ്പൈൻഡ് ആയിട്ട് ഡബിൾ സൈഡ് സിഗ്നലിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് വരുന്നത്. അതിപ്പോൾ നമ്മൾ എഴുതാൻ പോവുകയാണ്. ഇപ്പോൾ H(s)ൻ്റെത് h(t) ഈക്വൽ ടു ഇവിടെ 1/4 ഡിവൈഡ് ബൈ S-3 ആണ്. ഇപ്പോൾ ഇവിടെ ഈ ടേമിൻ്റെ പോളാണ് 3 എന്ന് പറയുന്നത്. ഇത് ലെഫ്റ്റ് സൈഡഡ് ആണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഈ ഒരു എക്സ്പ്രഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ മൈനസ് വരും. കോൺസ്റ്റന്റ് 1/4 ഉണ്ട്. ഇനി നെക്സ്റ്റ് 1/S-3ൻ്റെത് e⁻³ വരും. ഇത് ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് u(-t) ആയിരിക്കും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ ഈ ടേമിൻ്റെ ഇൻവേഴ്സ് എഴുതി. ഇനി നെക്സ്റ്റ് S+1 അതായത് -1 പോൾ വരുന്നത് റൈറ്റ് സൈഡിലാണ്. ഇപ്പോൾ റൈറ്റ് സൈഡിൻ്റെ എക്സ്പ്രഷൻ വരുന്നത് സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ e⁻⁻⁴ ആണ്. ഇവിടെ ഓൾറെഡി ഒരു -1/4 ഉണ്ട്. ഇനി 1/S+1ൻ്റെത് e⁻⁻t വരും. ഇത് റൈറ്റ് സൈഡ് സിഗ്നൽ ആയതുകൊണ്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് u(t) ആണ്. u(-t) അല്ല, u(t) ആണ്. ഇതാണ് ഓൾ പോസിബിൾ കോമ്പിനേഷൻസിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് വരുന്നത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അനാലിസിസ് ഓഫ് LTI സിസ്റ്റം യൂസിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം. അപ്പോൾ അതിനകത്ത് അനാലിസിസ് യൂസിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം വരുമ്പോഴത്തേക്ക് സിസ്റ്റം ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാം. അതുപോലെ ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാം. ഔട്ട്പുട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാം. അതുപോലെ സ്റ്റെപ്പ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ സ്റ്റെപ്പ് റെസ്പോൺസ് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കേസിൽ ഡിഫറെൻറ്റ് ROC വെച്ചിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് ഞാൻ ബ്രീഫ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ടായിരുന്നു. സിസ്റ്റം ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്ത് y(s)/x(s) ഫൈൻഡ് ഔട്ട് ചെയ്തപ്പോഴത്തേക്ക് h(s) കിട്ടി. ഒരു പാർട്ട് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാണ്, h(t) ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തു. HS-ൻ്റെ എക്സ്പ്രഷൻ കിട്ടി, സം ഫോമിൽ കിട്ടി. ഇനി നെക്സ്റ്റ് ഓൾ പോസിബിൾ കോമ്പിനേഷൻസിൻ്റെ h(t) ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ പോൾസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. അതിൻ്റെ പോൾ സീറോ പ്ലോട്ട് വരച്ചു. റൈറ്റ് സൈഡിൻ്റെ കേസിൽ റൈറ്റ് മോസ്റ്റ് പോളിൻ്റെ റൈറ്റ് ഹാഫ് ആയിരിക്കും. ലെഫ്റ്റ് സൈഡിൻ്റെ കേസിൽ ലെഫ്റ്റ് മോസ്റ്റ് പോളിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും. ഡബിൾ സൈഡ് സിഗ്നലിൻ്റെ കേസിൽ ബൗണ്ടഡ് ബിറ്റ്വീൻ 2 പോൾസ് ആയിരിക്കും വരുന്നത്. എന്നിട്ട് അതിൻ്റെ നമ്മൾ റീജിയൻ ഓഫ് കൺവേർജൻസിൻ്റെ കണ്ടീഷൻ എഴുതി. അതിനുശേഷം ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസിൻ്റെ എക്സ്പ്രഷൻ എഴുതി. റൈറ്റ് സൈഡ് സിഗ്നലിൻ്റെ കേസിൽ e⁻⁻⁴ ആണ് സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ വരുന്നത്. ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ നോൺ കോസ്റ്റ് സിഗ്നലിൻ്റെ കേസിൽ -e⁻⁻⁴ ആണ്. ഈ വാല്യൂസ് എങ്ങനെയാണ് വരുന്നത് നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രോപ്പർട്ടീസ് ഓഫ് ROC ഡീറ്റെയിൽഡ് വീഡിയോസ് അപ്ലോഡഡ് ആണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. റീജിയൻ ഓഫ് കൺവേർജൻസ്, പ്രോപ്പർട്ടീസ്, അതുപോലെ ഇത് ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക, സ്റ്റെപ്പ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതെല്ലാം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. അനാലിസിസ് ഓഫ് LTI സിസ്റ്റം യൂസിങ് ലാപ്ലാസ് ട്രാൻസ്ഫോമിനകത്ത് വരുന്നത്. ഇപ്പോൾ സെക്കൻഡ് കേസിൽ നമ്മൾ അതിൻ്റെ റീജിയൻ ഓഫ് കൺവേർജൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തു ലെഫ്റ്റ് സൈഡ് സിഗ്നലിൻ്റെ കേസിൽ. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ e⁻⁻⁴ അതനുസരിച്ച് നമ്മൾ അതിൻ്റെ ഇൻവേഴ്സ് എക്സ്പ്രഷൻ എഴുതി. തേർഡ് കേസിൽ ഡബിൾ സൈഡിലാണ്, ബോണ്ടഡ് ബിറ്റ്വീൻ 2 പോൾസ് ആണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് നോക്കണം ഏത് ടേമിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടാണെന്ന് നോക്കണം. ഇവിടെ 1/4 ഡിവൈഡ് ബൈ S-3 അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റീജിയൻ ഓഫ് കൺവേർജൻസ് ആണ് ഈ 3 വരുന്നത്. അപ്പോൾ ആ ടേമിന് കറസ്പോണ്ടിങ് വരുന്നത് എന്താണ്, ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൻ്റെ എക്സ്പ്രഷനാണ് അവിടെ ആ ടേമിന് കൊടുക്കേണ്ടത്. അതുപോലെ സെക്കൻഡ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റീജിയൻ ഓഫ് കൺവേർജൻസ് >-1 ആണ്. >-1 എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ വെച്ചിട്ടുള്ള വാല്യൂസ് എഴുതണം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. BTech MEDC.